പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂവീസിൻ്റെ കോപ്പി ഉണ്ട് ഇതിൽ, ഇംഗ്ലീഷ് മൂവീസിൻ്റെ. നല്ല അടിപൊളി പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് പൊളിയാണ്. ഇന്റർവെൽ സീൻ വാസ് പീക്കായിരുന്നു. പീക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ എനിക്ക് ഭയങ്കര അമിതാഭ് ബച്ചൻ തൂക്കി അടിച്ചു. പടം ടോട്ടലി പറയുകയാണെങ്കിൽ കൊള്ളാം. അടിപൊളി പടം, നല്ല പടം. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. എല്ലാം അടുത്ത പാർട്ട് കട്ട വെയിറ്റിംഗ്, സൂപ്പറായിരിക്കും. നല്ല അടിപൊളി പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് പൊളിയാണ്. അടിപൊളി പടം. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. തുടക്കം മുതൽ അവസാനം വരെയും നല്ല എൻഗേജ്മെൻറ്റിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. അതായത് എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആണ് സെക്കൻഡ് ഹാഫ്. രണ്ട് രീതിയിലാണ് എടുത്തേക്കുന്നത്, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. പെർഫോമൻസ് ആയിട്ട് നോക്കുവാണെങ്കിലും അമിതാഭ് ബച്ചൻ്റെ ഒരു പീക്ക് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. പുള്ളി വേറൊരു ലെവൽ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. മെയിൽ ആക്ടേഴ്സിൽ പുള്ളി തന്നെയാണ്. അതുപോലെ ഫീമെയിൽ ആക്ടേഴ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശോഭന മാം അവരാണ് പെർഫോം ചെയ്തേക്കുന്നത്. 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. ബോറിൻ ലാഗ് ഒന്നും തന്നെ ഇല്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സ്കോർ ചെയ്തിട്ടുണ്ട്. നല്ല നൈസ് പടമാണ്, നല്ല സിനിമയായിരുന്നു. എനിക്ക് എന്താ പറയുക, ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ ഇതാ. സലാറൊക്കെ വന്നെങ്കിലും എനിക്കിതാ കൂടുതൽ ഇഷ്ടമായത്. തിയേറ്റർ വാച്ച് മസ്റ്റാണ്. എല്ലാവരും നല്ല ഗ്ലാമറസ് ആയിട്ടുണ്ട്. ശോഭനയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് കയറി വന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ട് ഇതിന്. പടം അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ലാഗ് കഴിഞ്ഞിട്ട് ഇന്റർവെൽ സീൻ വാസ് പീക്കായിരുന്നു. പീക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ എനിക്ക് ഭയങ്കര അമിതാഭ് ബച്ചൻ തൂക്കി അടിച്ചു. ആൻഡ് ഹോൾ മൂവി കൊണ്ടുപോയത് അമിതാഭ് ബച്ചൻ്റെ ഒരു പ്ലാറ്റിലായിരുന്നു. അതേപോലെ ദീപിക പതുക്കാനായിരുന്നാലും ശോഭനയായിരുന്നാലും ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ അല്ല അഭിനയിച്ചിരുന്ന ക്യാരക്ടേഴ്സ് വാസ് അവർ റോളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു VFX ഗ്രേറ്റ് ആസ് കമ്പയർഡ് ടു ആദിപുരുഷ് നമുക്ക് നോക്കുകയാണെങ്കിൽ. സോ VFX നാഗാശ്വിനെ എനിക്ക് തോന്നുന്നു ഡയറക്ടർ വാസ് ഹി ഹാഡ് എ ടോട്ടലി ഒരു ഐഡിയ ഉണ്ടായിരുന്നു വാട്ട് ഹി വാസ് ഡൂയിങ്. സോ അതാവും നമുക്ക് പടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് എന്തുവാ, കമൽഹാസൻ ലാസ്റ്റ് ക്യാമിയോ സീൻസ്, ഇതിനകത്ത് കുറച്ച് നല്ല ക്യാമിയോ സീൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കില്ല. ആൻഡ് ഓവറോൾ ഇൻ്റർനെറ്റിൽ വന്നേക്കാണെങ്കിലും വന്ന് കാണുക, ക്യാമിയോ സീൻസൊക്കെ നല്ലതാണ്. അതെനിക്ക് ഒന്നേ പറയുള്ളൂ, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്. ആദിപുരുഷിൽ നിങ്ങൾ പ്രഭാസിനെ കണ്ടിട്ട് ഇതിലല്ല ക്ലൈമാക്സ് ഒരു സീൻ വരും. ആ സീനിൽ നിങ്ങൾ ആദിപുരുഷിൽ ഈ അമ്പും വില്ലും വിടാനല്ലാതെ ഇതിനകത്ത് അതേപോലൊരു സീനുണ്ട്. ഞാൻ സീന് പറയാം, ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല, ബട്ട് അതേപോലൊരു സീനുണ്ട്. പക്ഷേ ഇതിലെ പ്രഭാസിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റും. യു ക്യാൻ സീ ദറ്റ് പ്രഭാസിൻ്റെ ആ ഒരു ലെവലുണ്ടല്ലോ, അതൊന്ന് വ്യത്യസ്തമായി കാണാൻ പറ്റും. ഐ ഹോപ്പ് എല്ലാവരും വന്ന് തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണുക, 3D തന്നെ പടം കാണുക. കമൽഹാസൻ ഓവറോൾ പടം അടുത്ത സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ്. പടം നല്ല മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ബിലോ ആവറേജ് ആണ്. അത് കാണുമ്പോൾ നമുക്ക് ആദിപുരുഷ സഹമൊക്കെ റിപ്പീറ്റ് ആകുമെന്ന് തോന്നിപ്പോവും. പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ലോണം പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് ഡയറക്ഷൻ വന്നിട്ടുണ്ട്. കാരണം നമ്മളെ ക്യാപ്ചർ ചെയ്ത് ഇരുത്തിയിട്ടുണ്ട്. ക്ലൈമാക്സ് നല്ലതാണ്. ഡബിൾ ക്ലൈമാക്സ് ഉണ്ട്. അത് നല്ല റിവീലിംഗ് ആണ് പ്രഭാസിൻ്റെതും സെക്കൻഡിലോട്ടുള്ളതും. അതുപോലെ കമൽഹാസൻ്റെ ഒരു ചേഞ്ച് ആണ് ലാസ്റ്റ് കാണിക്കുന്നത്, അതും സൂപ്പർ ക്ലൈമാക്സ് ആണ്. മൊത്തത്തിൽ നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്. 3Dയിൽ കാണാൻ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഇത്രയും നല്ല ഗ്രാഫിക്സ് ചെയ്ത വേറൊരു പടം ലോർഡ് ഓഫ് ദി റിങ്സ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ലെവൽ ഗ്രാഫിക്സ് ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂവീസിൻ്റെ കോപ്പി ഉണ്ട് ഇതിൽ, ഇംഗ്ലീഷ് മൂവീസിൻ്റെ. മാഡ് മാക്സ് ഫ്യൂറി എടുത്തിട്ടുണ്ട്, അവഞ്ചേഴ്സ് എടുത്തിട്ടുണ്ട്, ട്രാൻസ്ഫോമേഴ്സ് എടുത്തിട്ടുണ്ട്, മെട്രിക്സ് എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് അരോചകമായി വലുതായിട്ട് തോന്നുന്നില്ല. കാരണം അത് ആ സിറ്റുവേഷൻ വെച്ച് ജെല്ലാകുന്നുണ്ട്. അതുകൊണ്ട് ഡയറക്ഷൻ വലിയ തെറ്റില്ല. മൊത്തത്തിൽ നമുക്ക് എന്തായാലും തിയേറ്ററിൽ വന്ന് കാണാൻ ഉള്ള നല്ലൊരു പടമുണ്ട്. പ്രഭാസിൻ്റെ ആക്ടിങ് നന്നായിട്ടുണ്ട്, കമൽഹാസൻ സൂപ്പറായിട്ടുണ്ട്, അമിതാഭ് ബച്ചൻ ഭയങ്കര മാസീവാണ്, ദീപിക പടുകോണിനും നല്ല സ്പേസ് ഉണ്ട്, ദുൽഖറും അതുപോലെ തന്നെ നമ്മളെ ശോഭനയൊക്കെ ഒരുപാട് സ്പേസിലില്ല, കുറച്ചേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് എനിക്ക് അന്നാബെന്നിന് ഒരുപാട് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അന്നാബെന്നിൻ്റെ ആക്ടിങ് വളരെ മനോഹരമായിട്ടുണ്ട്, നന്നായിട്ട് അന്നാബെൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു മൂവി തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ ഒരു ചെറിയ ഡിസപ്പോയിൻറ്റ്, ഇൻ്റർവെൽ പഞ്ചും അത്ര പോരാ. ബട്ട് ടിൽ ദ എൻഡ് ഇറ്റ് വാസ് നൈസ്. എന്തായാലും കാണാം, തിയേറ്ററിൽ 3D കാണുക.